നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടത്. നമ്മളിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ആകാശം കാണുന്നു, രാത്രി കാണുന്നു, പകൽ കാണുന്നു, ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ബ്രദർ പറഞ്ഞപ്പോൾ ഇതെല്ലാം ഈ ആകാശത്തിൽ രാത്രി ഉണ്ടാവുന്നതും അപ്പോഴും ദൈവത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നു, പകൽ അവിടെയും ദൈവത്തിൻ്റെ ആ മഹത്വം വിളംബരം ചെയ്യുന്നു. അത് വലിയൊരു സത്യം. എനിക്ക് ഈ രാത്രി നമ്മളാരും മൈൻഡ് ചെയ്യില്ല ഇത്രയും കാര്യങ്ങളൊന്നും. അതെല്ലാം ഈ സങ്കീർത്തനത്തിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു, ബ്രദറിലൂടെയെല്ലാം. അത് വലിയൊരു ഉൾക്കാഴ്ചയായി. അതുപോലെ തന്നെ നമ്മൾ ജനിക്കുമേ തന്നെയുള്ള പാപങ്ങളെല്ലാം ക്ഷമിക്കാനും അത് ഏറ്റെടുക്കാനും ഈശോ വന്നിരിക്കുന്നു എന്നുള്ളത് വലിയൊരു ഉൾക്കാഴ്ചയാണ്. അപ്പം നമ്മളെല്ലാവരും പാപത്തിൽ നിന്ന് നമുക്കൊരു മോചനമുണ്ട്. കർത്താവ് എത്ര വലിയ ഇത് ചെയ്താലും ഈശോ ആ പാപം ഏറ്റെടുക്കുന്നു. അതിനാണ് ദൈവം വന്നേക്കണമെന്നുള്ള വലിയൊരു ഉൾക്കാഴ്ചയിലേക്ക് ഈ ക്ലാസ്സിലൂടെ എനിക്ക് എത്താൻ പറ്റി. അതുപോലെ തന്നെ എനിക്ക് വേറൊരു സംഭവം ഉണ്ടായത്, ഞാൻ ബ്രദറിനോട് പലപ്പോഴും എന്നും ബന്ധപ്പെടാറുണ്ട്. ആ വ്യക്തി ഞാനാണ്. ബ്രദറിനോട് ബ്രദറിന് ഞാൻ 1999 ഞങ്ങൾ അവിടെ ഡിവൈൻ്റെ അടുത്ത് വലിയൊരു ആരാധനാലയം പണിയുന്ന സമയത്താണ് അവിടുത്തെ ടീം ഒരുമിച്ച് ബ്രദറിൻ്റെ കൂടെ ധ്യാനത്തെ റിന്യൂവൽ സെൻറ്ററിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 5 വർഷം എത്തിയിട്ട് എല്ലാ വർഷവും എനിക്ക് ലീവില്ല, ഓണത്തിൻ്റെ ഒരു ദിവസം മാത്രമേ ലീവ് കിട്ടാറുള്ളൂ. എന്നാലും ഞാൻ കൂടുതൽ ദിവസങ്ങൾ എൻ്റെ പൈസ പോക്കറ്റിൽ കയറിയിട്ട് കമ്പനിയിൽ പറയാതെ ജോലി ഉണ്ടായിരുന്നു. അടുത്തൊരു കമ്പനിയിൽ പ്രോജക്റ്റ് മാനേജറായിട്ട് ജോലി ചെയ്യാം, ഒരു കമ്പനിയുടെ. അവിടുന്ന് കാണാണ്ട് പോരും. എന്തിനെന്ന് പറയില്ല ധ്യാനത്തിന്. അപ്പോൾ ഈ ഫസ്റ്റ് വന്നത് അതിഥിയില്ല. ഈ പ്രാവശ്യം ധ്യാനത്തിന് എനിക്ക് ഡേറ്റ് അറിയില്ല, എല്ലാം തപ്പി നോക്കി കിട്ടിയില്ല. അവസാനം ബ്രദറിനോട് തന്നെ പറഞ്ഞു, ബ്രദർ നോട്ടീസ് അയച്ചോന്ന് അറിയില്ല, നമ്പർ കണ്ടുപിടിച്ച് 1 മാസം മുമ്പ് ഞാൻ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ 1 മാസം വെച്ചിട്ട് ബ്രദറിൻ്റെ ധ്യാനം കൂടെ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഒരുങ്ങിട്ടിരിക്കുക. ഓണമൊക്കെ കഴിഞ്ഞപ്പോഴും എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടായിട്ടാണ്. ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോരാനായിട്ട് അപ്പോൾ ഞാൻ പോരണം. ഞാനപ്പോൾ 1 മണിക്കൂർ ആരാധനയ്ക്ക് വീണ്ടും ചാലക്കുടി പള്ളിയിൽ നിന്ന് ആരാധനയ്ക്ക് നിൽക്കാറാനയ്ക്ക് പുറത്തിറങ്ങി കഴിഞ്ഞ് ഒരു 3:30 അപ്പോൾ ഞാൻ ഒരുങ്ങാനായിട്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കണമല്ലോ. ATM കാർഡ് എടുത്ത് പൈസ എടുക്കാമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ATM കാർഡ് നഷ്ടപ്പെട്ടിരിക്കുന്നു, കവറ് മാത്രമുണ്ട്, ഇതിൽ കാർഡില്ല. മാസങ്ങളോളമായി ഞാനിങ്ങനെ നോക്കണം, കൊണ്ടു കിടക്കുന്നു. ഇതുവരെ എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. എന്ത് ചെയ്യും? അപ്പോൾ ലാസ്റ്റത്തെ 100 രൂപ അടക്കം ഞാൻ പെട്രോൾ അടിച്ചു കഴിഞ്ഞു, ഒറ്റ പൈസയില്ല. എങ്ങനെ പോരും അറിയില്ല. അപ്പോൾ തന്നെ ഞാൻ ബാങ്കിൽ കൊടുത്തപ്പോൾ ടൈം കഴിഞ്ഞു, പൈസ എടുക്കാൻ പറ്റില്ല. 4 മണിക്ക് ക്ലോസ് ചെയ്യാൻ 5 മിനിറ്റുള്ളൂ. തൊട്ടടുത്ത് പോയി എന്നിട്ട് അപ്പോൾ പറഞ്ഞു ക്യാഷ് ഇടപാടൊന്നും നടക്കില്ല, ഞങ്ങളടുത്ത് വേറെ മാളഭാഗത്തൊരു ഇതുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ നീ എഴുതി കൊടുത്ത് 24 മണിക്കൂർ കഴിയുമ്പോൾ ആക്ടിവേറ്റ് ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വൈകുന്നേരം വരെ കാത്തിരുന്നിട്ട് എനിക്കിങ്ങനെ ആകെ സങ്കടമായിപ്പോയി. കാരണം വെച്ചാൽ ഒരു ടീഷർട്ട് പോലും മേടിക്കുന്ന പൈസ ഇല്ല ഇവിടെ വന്ന് പോകാനായിട്ട്. ആ പൈസ പോലും എൻ്റെ ഇല്ലാത്തൊരവസ്ഥയായി. ധ്യാനത്തിന് വരാൻ പറ്റാതെ ഇന്നലെ രാത്രി 9:30 ഇവിടെ വന്നപ്പോൾ അത്രയും ഞാൻ വിഷമിച്ചിരുന്നു. പക്ഷേ അതിനൊരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് തോന്നിയത്. എന്താണ് ഈ ATM കാർഡ് എന്നുള്ളത്? ATM കാർഡ് എനിക്ക് സുഭിക്ഷമായിട്ട് ജീവിക്കുന്ന എനിക്ക് പൈസ ഇല്ലാത്ത അവസ്ഥ തന്നു. ഈ ATM കാർഡ് ഉണ്ടായാൽ നമുക്ക് ഈ ലോകത്തിലുള്ള എല്ലാം കിട്ടും, പൈസ കൊടുത്ത് വാങ്ങാൻ കിട്ടും. പക്ഷേ നമുക്ക് വേണ്ടി അത് ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ഈ ATM കാർഡ് ഉപയോഗിച്ച്. അതുകൊണ്ട് എനിക്ക് ഇന്നലെ രാത്രി 9:30 ഇവിടെ വരാൻ പറ്റിയതൊക്കെ. പക്ഷേ യഥാർത്ഥത്തിലുള്ള ATM കാർഡ് ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ കരുതി വെച്ചിട്ടുണ്ട്. ബ്രദർ പറഞ്ഞല്ല, നമ്മൾ ചോദിക്കുന്നതിലധികം സ്വർഗത്തിൽ കരുതി വെച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് ആവശ്യം. അത് കിട്ടാൻ വേണ്ട ATM കാർഡാണ് ഹോളി സ്പിരിറ്റ് എന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ കിടുങ്ങിപ്പോയി. ഈ ATM കാർഡ് നഷ്ടത്തിലൂടെ എനിക്ക് കിട്ടിയത് ഞാൻ അന്വേഷിക്കുന്നത് ഈ ATM കാർഡിന് വേണ്ടിയിട്ടല്ല, ഹോളി സ്പിരിറ്റ് എന്ന ATM കാർഡ് ഉപയോഗിച്ച് സ്വർഗത്തിൽ ഈശോ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന അദൃശ്യമായ സമ്പത്ത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. ഈ ഒരു ബോധ്യം ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവത്തിലൂടെ എനിക്ക് കാണിച്ചു തന്നു. താങ്ക് യു ഗോഡ്, ഹോളി സ്പിരിറ്റ്. നമുക്കിനി കാപ്പി കുടിക്കാൻ പോവാം.